എനിക്ക് ഒരു കപ്പ് ചായ വേണം. എനിക്ക് ഒരു കപ്പ് ചായ വേണം. ഇവിടെ എനിക്ക്, ഞാൻ എന്നൊക്കെ ഉള്ളതിന് ഇംഗ്ലീഷിൽ ഐ ആണ് ഉപയോഗിക്കുന്നത്. ഐ. എനിക്ക്, ഞാൻ എന്നൊക്കെ ഉള്ളതിന് എന്താണ്? ഐ. അപ്പോൾ എനിക്ക് ഒരു കപ്പ് ചായ വേണം. എനിക്ക് എന്നുള്ളതിന് ഐ. ഇനി ഒരു എന്നുള്ളത് സാധാരണ നമ്മൾ വൺ എന്ന് പറയുന്നത് ഒരു എന്നർത്ഥത്തിലാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരു എന്നതിനാണ്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ കപ്പ് തന്നെ. ചായയ്ക്ക് എന്ത് പറയും നമ്മൾ? ടീ. വേണം എന്നുള്ളതിന് ഇംഗ്ലീഷിലുള്ള വാക്കാണ് വാണ്ട്. വാണ്ട്, വേണം, വാണ്ട്. അപ്പം എനിക്ക് ഒരു കപ്പ് ചായ വേണം എന്നുള്ളതിന് എന്ത് നമുക്ക് പറയാം? ഐ വാണ്ട്. എനിക്ക് വേണം എന്ത്? എ കപ്പ് ഓഫ് ടീ. ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. ഇത് തന്നെ എനിക്ക് ഒരു കപ്പ് കാപ്പി. ഒരു കപ്പ് കാപ്പി വേണം അല്ലെങ്കിൽ കോഫി വേണം എന്നെങ്ങനെ പറയാം? ഇതുപോലെ തന്നെ എനിക്ക് എന്നുള്ളതിന് ഐ, ഒരു എന്നുള്ളതിന് കപ്പ് എന്നുള്ളതിന് കപ്പ് തന്നെ. ഇനി കാപ്പിക്ക് കോഫി അല്ലേ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോഫി. വേണം എന്നുള്ളതിന് വാണ്ട്. അപ്പം എനിക്കൊരു കപ്പ് കാപ്പി വേണം എന്നെങ്ങനെ പറയും? ഐ വാണ്ട്. എനിക്ക് വേണം എന്നായി. ഐ വാണ്ട് എന്ത് വേണം? എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ ചായയാണെങ്കിൽ ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. കാപ്പിയാണെങ്കിൽ ഐ വാണ്ട് എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ ഐ വാണ്ട് എനിക്ക് വേണം, എന്ത് സംഭവവും വേണം എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐ വാണ്ട്. ഓക്കെ. ഇനി എനിക്ക് ഒരു പേന വേണം. ഇതെങ്ങനെ പറയാം? ഐ വാണ്ട്. എനിക്ക് വേണം എന്താണ് വേണ്ടത്? എ പെൻ. ഒരു പേന. എ പെൻ. ഐ വാണ്ട് എ പെൻ. ഇനി അതുപോലെ തന്നെ എനിക്കൊരു ബാഗ് വേണം എന്നാണെങ്കിലോ? ഐ വാണ്ട് എ ബാഗ്. ഐ വാണ്ട് എ ബാഗ്. ഇനി അതുപോലെ തന്നെ എനിക്കൊരു പ്ലേറ്റ് വേണം. ഐ വാണ്ട് എ പ്ലേറ്റ്. ഇനി ഒരു പെൻസിലാണെങ്കിലോ? ഐ വാണ്ട് എ പെൻസിൽ. ഇനി എനിക്ക് ഒരു നീല പേന വേണം. ഇനി പല കളറിലുള്ള പേനകളും ബാഗുകളും കുടകളും അങ്ങനെ എന്ത് വേണമെങ്കിലും പല കളറിലുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് ഒരു നീല പേന വേണമെന്നാണെങ്കിൽ ഐ വോണ്ട് എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പേന വേണം. അപ്പോൾ നീല എന്ന് കൂട്ടിച്ചേർത്താൽ മതി. ഐ വോണ്ട് എ ബ്ലൂ പെൻ. ഐ വോണ്ട് എ ബ്ലൂ പെൻ. ഐ വോണ്ട് എ റെഡ് പെൻ. ഐ വാണ്ട് എ ബ്ലാക്ക് പെൻ. ഐ വാണ്ട് എ റെഡ് പെൻസിൽ. ഐ വാണ്ട് എ ബ്ലൂ പെൻസിൽ. ഐ വാണ്ട് എ ബ്ലൂ ബാഗ്. ഇങ്ങനെ എന്താണോ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ പറയാം. ഐ വാണ്ട് എന്ന് കഴിഞ്ഞിട്ട് എന്താണോ വേണ്ടത് അത് പറയാം. ഏത് കളറാണ് അത് പറയാം. ഇനി അടുത്തത് എനിക്ക് ഇരിക്കണം. ഇപ്പം ഇത്രയും നേരം നമുക്ക് ഒരു സാധനം വേണം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഐ വാണ്ട് എ പെൻ. ഐ വാണ്ട് എ കാർ. ഐ വാണ്ട് എ ബാഗ്. ഐ വാണ്ട് എ പ്ലേറ്റ്. ഇനി എനിക്ക് ഇരിക്കണം. അപ്പം ഇവിടെ എനിക്ക് എന്നുള്ളതിനെന്താണ്? ഐ തന്നെയാണ്. ഇരിക്കണം എന്നുള്ളതിന് വാണ്ട് ടു സിറ്റ്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ സിറ്റ്.
ഇരിക്കണം എന്ന് പറയുമ്പോൾ want to sit. അപ്പം എനിക്ക് ഇരിക്കണം. I want to sit. I want to sit. എനിക്ക് ഇരിക്കണം. I want to sit. ഇനി എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം. ഇന്ന സ്ഥലം എന്നില്ല, എവിടെയെങ്കിലും എനിക്ക് ഇരിക്കണം. ഭയങ്കര തളർച്ച. അപ്പം എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്നിരുന്നാൽ മതി, എവിടെയെങ്കിലും ഒന്നിരിക്കണം. ഇതെങ്ങനെ പറയും? എനിക്ക് എന്നുള്ളതിനറിയാം എന്താണ് ഐ. ഇനി ഇരിക്കണം want to sit. അപ്പം ഐ want to sit. എനിക്ക് ഇരിക്കണം. എവിടെയാണ് ഇരിക്കേണ്ടത്? എവിടെയെങ്കിലും. എവിടെയെങ്കിലും എന്നുള്ളതിനെന്താണ് സംവേർ. ഐ want to sit somewhere. എവിടെയെങ്കിലും ഒന്നിരിക്കണം. ഐ want to sit somewhere. somewhere എവിടെയെങ്കിലും. ഐ want to sit somewhere. ഓക്കെ. ഇനി അടുത്തത്, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. എനിക്ക് എന്തെങ്കിലും കഴിക്കണം. വല്ലാത്ത വിശപ്പ്, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ളതിന് സംവേർ, എവിടെയെങ്കിലും. ഇനി എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതിന് എന്ത് പറയാം? എന്തെങ്കിലും എന്നുള്ളതിന് സംതിങ്. എവിടെയെങ്കിലും എന്നുള്ളതിന് സംവേർ, എന്തെങ്കിലും എന്നുള്ളതിന് സംതിങ്. അപ്പം കഴിക്കണം എന്നുള്ളതിനാ want to eat, കഴിക്കുക, ഈറ്റ്. അപ്പോൾ want to eat, കഴിക്കണം. I want to eat something. എനിക്ക് എന്തെങ്കിലും കഴിക്കണം. I want to eat something. എന്തെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ I want to eat ബിരിയാണി. എനിക്ക് ബിരിയാണി കഴിക്കണം. I want to eat ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഐസ്ക്രീം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പം ഐ want to eat സംതിങ്. ഐ want to eat ബിരിയാണി. ഇനി അപ്പം എന്താണ് അടുത്തത്? എനിക്ക് ചന്തയിൽ പോകണം. എനിക്കൊരു സ്ഥലത്ത് പോകണം എന്ന് നമ്മൾ പറയുന്നത് ചന്തയിൽ. അടുത്ത് തന്നെ ഒരു ചന്തയുണ്ട്. ആ ചന്തയാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ഒരു പ്രത്യേക സ്ഥിരം പോകാറുള്ളൊരു ചന്തയായിരിക്കും. അപ്പം എനിക്ക് ചന്തയിൽ പോകണം. ചന്ത എന്നുള്ളതിന് മാർക്കറ്റ്. അപ്പം ഐ want to go എവിടെ? ടു ദ മാർക്കറ്റ്. ഐ want to go to the market. എനിക്ക് പോകണം. ഐ want to go എവിടേക്ക്? ടു ദ മാർക്കറ്റ്. ഇനി എനിക്ക് സിനിമയ്ക്ക് പോകണം. അപ്പം ഇതെന്താണ്? ഐ want to go, പോകണം, എനിക്ക് പോകണം. ഐ want to go എവിടെ? ടു ദ മൂവി. ഐ want to go to the മൂവി. ഒരു സിനിമയ്ക്ക് പോകണം. ഐ want to go to the മൂവി. ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഐ want to go to the മൂവി. ഓക്കെ. ഐ want to go to the market. ഐ want to go to the park. ഐ want to go to the മൂവി. എനിക്ക് ഒരു പാർട്ടിക്ക് പോകണം. എനിക്ക് പാർട്ടിക്ക് പോകണം. ഐ want to go to the party. പാർട്ടിക്ക് പോകണം. ഐ want to go to the party. ഐ want to go to the party. ഒരു പാർട്ടിക്ക്, പ്രത്യേക ഒരു പാർട്ടി നടക്കേണ്ട, അതിന് പോകണം. ഐ want to go to the party. എനിക്ക് പാർട്ടിക്ക് പോകണം. ഐ want to go to the party. അപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നുള്ളതിന് ഐ want to go. എന്നിട്ട് എന്താണ്? ടു ദ മാർക്കറ്റ്, ടു ദ മൂവി, ടു ദ പാർക്ക്, ടു ദ പാർട്ടി, അങ്ങനെ പറയാം.